മതിയാവോ? ആർക്കെങ്കിലും പറ്റുമോ? ശങ്കരാചാര്യർ അതാണ് പറയാ. ഈ പരമേശ്വരൻ പണ്ട് അദ്ദേഹത്തിന്റെ തല നുള്ളിയപ്പോ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു. ആർക്ക്? സാക്ഷാൽ മഹാദേവൻ. അതെങ്ങനെയാണ്? അത് സുബ്രഹ്മണ്യ സ്വാമി നേരത്തെ പറഞ്ഞത്. ഈ ജ്യോത്സ്യം ആദ്യം പഠിപ്പിച്ചത് സുബ്രഹ്മണ്യ സ്വാമി അത്രേ. അതുകൊണ്ട് അപ്പോഴും ജ്യോത്സ്യന്മാരുടെ എല്ലാവരുടെയും വീട്ടിൽ ആദ്യം ആരുണ്ടാവുക? മുരുകനാണ് അല്ലേ? പഴനി ആണ്ടവർണ്ണം പറഞ്ഞാ തുടങ്ങാം കള്ളി വരയ്ക്കാൻ. അപ്പൊ ഈ ജ്യോത്സ്യമൊക്കെ പഠിപ്പിച്ചപ്പോ പരമേശ്വരൻ തന്നെ ആദ്യം പറഞ്ഞത്രേ, കൗടി വെക്കി വാരി വെക്കാറായിത്രേ. സുബ്രഹ്മണ്യ സ്വാമിയുടെ യാതൊക്കെ അച്ഛൻ്റെ കാര്യമൊക്കെ ഒന്ന് പറ, ഒന്ന് വരച്ചിട്ട്. മൂപ്പര് കൗടിയൊക്കെ എടുത്ത് വെച്ച് 12 കള്ളിയിലൊക്കെ വെച്ച് അച്ഛന് പിച്ചെടുക്കാൻ യോഗം ഉണ്ട് എന്ന് പറഞ്ഞു. വല്ലാത്ത ദേഷ്യം വന്നത്ര ആർക്കാ? പരമമഹാദേവനെ. നല്ലൊരു കാര്യം നോക്കുമ്പോ ഇങ്ങനെ പറയാം, ഒരൊറ്റ ചാവാത്രേ, എന്റെ ജോലിക്ക് ഒട്ടൊക്കാതെ പോകും. എന്തായാലും അവൊത്തു. ഏതാ? പിച്ചെടുക്കേണ്ട യോഗം. ബ്രഹ്മാവിന്റെ തലനുള്ളിയോണ്ട് ബ്രഹ്മഹത്യാപാപം ഉണ്ടായില്ല. അതില്ലാണ്ടാക്കാൻ ഈ തലയോടുമായിട്ട് ഭിക്ഷയ്ക്ക് പോവാൻ പ്രായശ്ചിത്തം വെച്ചു. അത് ശങ്കരാചാര്യസ്വാമികൾ മനസ്സിലാക്കിയിട്ട് ശിവാനന്ദലഹരിയില് ഭഗവാനോട് റിക്വസ്റ്റ് ഉണ്ട്. എന്താ? പിച്ചയ്ക്ക് പോകണ്ടെന്ന് കേട്ടു, വെറുതെ ഈ തലയോടും പോയി ആൾക്കാർ ആട്ടി വിടുകയുള്ളൂ പരമേശ്വര. എന്തെങ്കിലും ഒന്ന് കൂടി ഉണ്ടെച്ചാൽ ആരെങ്കിലും വല്ലതുമൊക്കെ തരും. ഇപ്പൊ പിച്ചക്കാരൊക്കെ ഇടയ്ക്ക് ഒരു കുരങ്ങൻ കുട്ടി, ഇടയ്ക്ക് ഒരു തത്ത, അതൊക്കെ ആണെങ്കിൽ നമ്മളൊരു 5 രൂപയ്ക്ക് കൊടുക്കുമ്പോഴും. ശങ്കരാചാര്യർ പറയാ, കപാലിൻ ശംഭോ മേ ഹൃദയകവിമത്യന്തരപദം. തലയോടുമായിട്ട് വിട്ടയ്ക്ക് പോണ മഹാദേവ, എൻ്റെ നല്ലൊരു കുരങ്ങൻ കുട്ടിയുണ്ട്. അത് ഇവിടെ ഇരുന്ന അങ്ങോട്ട് ചാടുന്ന സാധനമാണ്. എന്താ? മനസ്സ്. ആ മനസ്സിനെ ഭക്തിയാവുന്ന കയറുകൊണ്ട് കെട്ടിയിട്ട് അങ്ങ് വിട്ടയ്ക്ക് പോകുമ്പോ കൊണ്ടുപോയാൽ അങ്ങക്ക് വിട്ടും കിട്ടും, എനിക്ക് സമാധാനവും കിട്ടും. അപ്പൊ എപ്പോഴും അതാണ് മനസ്സ്. അത്ര അപകടം പിടിച്ച സാധനം നിൽക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ഓടിയിട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ 24 എണ്ണം അതിൻ്റെ കൂടെ പരമാത്മാവ്, അതാണ് ആത്മചൈതന്യം. ഇതാദ്യം പ്രവർത്തിക്കാൻ കഴിവില്ല. അപ്പൊ ഇതിനൊരു കോർഡിനേറ്റർ ഉണ്ടാക്കണം. ഇപ്പൊ കോർഡിനേറ്റർ ഉണ്ടായിട്ടേ പല സാധനങ്ങളും അപകടം അല്ലേ? അപ്പോ ഇതിനൊരു കോർഡിനേറ്റർ വേണം. ആ കോർഡിനേറ്ററാണ് ആര്? പരമാത്മാവായ ഭഗവാൻ. അമ്മേ, ആ ഭഗവാനെ സാക്ഷാത്കരിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ആരാ? ആ ഭഗവാനാണ്. അത് അറിയണം. അതിനാണ് ഭക്തി ഉണ്ടാവേണ്ടത്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധീയതേ. സ്വന്തം സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് ഭക്തി. അമ്മയെ ആദ്യം അതുണ്ടാവണം. അപ്പൊ വേഗം അമ്മയ്ക്ക് ആ ഭക്തിയുടെ തത്വവും കൂടി. അപ്പൊ അമ്മ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാം. എന്ത്? ആത്മാവിനെ പ്രപഞ്ച കാര്യങ്ങളൊന്നും ബാധിക്കില്ല. കാരണം ആത്മാവ് നിഷ്കളങ്കന, എല്ലാത്തിനും മുട്ടു നിൽക്കുന്ന ആളാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ ദുഃഖികളാവുന്നത്? അപ്പൊ അതിനുള്ള തത്വം പറഞ്ഞു കൊടുക്കുന്നത്, അമ്മേ, ശരീരത്തിലെ ചൈതന്യം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചൈതന്യത്തെ അറിയില്ല. ആ ചൈതന്യം കൊണ്ട് ശരീരം പ്രവർത്തിക്കുമ്പോ അഹങ്കാരം വർദ്ധിക്കും, അഭിമാനം വർദ്ധിക്കും. അതോട് കൂടിയിട്ട് കർമ്മവാസനകള് ജീവന് ജന്മജന്മങ്ങൾക്ക് കാരണമായി തീരും. അപ്പൊ ആദ്യം എന്താ വേണ്ട? ഈ മനസ്സിൽ നിന്ന് വാസനകളെ ഒതുക്കണം. അങ്ങനെ വാസനകളെ ഒതുക്കി മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ജന്മജന്മങ്ങൾ എടുക്കേണ്ടി വരില്ല. അതിനാണ് 2 അധ്യായം കൊണ്ട് സഗുണഭക്തിയും പറഞ്ഞു കൊടുത്തു, നിർഗുണഭക്തിയും പറഞ്ഞു കൊടുത്തു.
അവസാനം ധ്യാനം. ധ്യാനത്തിന്റെ അവസ്ഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ 2 അധ്യായങ്ങളില്. അതാണ് ഭാഗവതത്തില് സഞ്ചിന്തജിത് ഭഗവതരനാരവിന്ദം വജ്രംകുചരുകലാഞ്ജനാട്യം. അതാണ് ഇവിടെയും ആ എന്താ വിമതമതിരുപാത്രൈരാസനാട്യേർമദംഗം ഗരുഡതമതിരൂഢം ദിവ്യഭൂഷായുധംഗം രുചിരുചിതമാടം ശീലയേതാനുവാലം കപിലതനുരിജിത്വം ദേവകൂത്യൈരഗാദി. ആദ്യം ആ ധ്യാനയോഗത്തിന്റെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാന്റെ ശുദ്ധമായിട്ടുള്ള സ്വരൂപം യമനിയമാദികളൊക്കെ ശീലിച്ച് ഹൃദയം ശുദ്ധമാക്കി ആ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ നോക്കുക. അങ്ങനെ ധ്യാനിക്കാൻ നോക്കി ആ സ്വരൂപം ഹൃദയത്തിൽ അങ്ങനെ തെളിഞ്ഞു വരുമ്പോ നമ്മള് എല്ലാം മറക്കും. എല്ലാം മറന്ന് ഭഗവാനെയും കണ്ടുകൊണ്ട് ആ ഭാഗവതം തുടങ്ങുമ്പോ തന്നെ നാരദൻ തന്റെ അനുഭവം വർണ്ണിച്ചു കൊടുക്കും വ്യാസനോട്. സനകാദികളുടെ ഉപദേശം കേട്ട ഞാന് ഹിമാലയത്തിൽ കയറിയിട്ട് അവര് പറഞ്ഞ മാതിരി ആ പ്രാണായാമൊക്കെ ചെയ്ത് കുറച്ചാണ്ട് കഴിഞ്ഞ് ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ ആ ഭഗവാനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു. എനിക്ക് പുളകാങ്കോതിനത അല്ലേ ആനന്ദ സംളവേലീനോ നാപത്യ മുഖയം മുനേ. നാഥനോട് പറയും ഹിമാലയത്തിൽ ആ ഭഗവാനിന്റെ ഹൃദയത്തിൽ എത്തിയോട് കൂടിയിട്ട് ഞാൻ എന്നെയും കണ്ടില്ല, പ്രപഞ്ചവും കണ്ടില്ല. ആ ധ്യാനത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥ അതാണ്. ഭഗവാനെ കണ്ട ആനന്ദമായിട്ട് അങ്ങനെ ഇരിക്കാൻ സാധിക്കുക. അങ്ങനെ ഇരിക്കുന്ന അതും പറഞ്ഞു കൊടുത്തിട്ട് ഇതിന് സാധിക്കില്ല വെച്ചാലാണ് ഭക്തി. 2 വിധത്തിലുള്ള ഭക്തി. അതിൽ നിർഗുണാവുകയാണ് വേണ്ടത്. എന്നാലും സഗുണമായിട്ടുള്ള ഭക്തി അമ്മയ്ക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ടുള്ള ഭക്തി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭക്തി വർദ്ധിക്കുമ്പോ അമ്മേ നമുക്ക് നമ്മുടെ സ്വരൂപം മനസ്സിലാവും. എപ്പോഴും പറയും തരതി ശോകം ആത്മവിത്. ആത്മവിത്തായിട്ടുള്ള ഒരാൾ ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഈ ശരീരമൊന്നുമല്ല, ഇത് പ്രാരബ്ധത്തിന് കിട്ടിയതാണ്. അത് പ്രാരബ്ധം തീരുമ്പോ പൊക്കോളും. ഞാൻ ഇതിനൊക്കെ വിട്ടു നിൽക്കുന്ന. അതുകൊണ്ടാണ് അകം ബ്രഹ്മപരം ധാമ ബ്രഹ്മാകം പരമം പദം എന്ന് പരീക്ഷത്തിന് 2 ഉപദേശം. ആദ്യ പരോക്ഷ ജ്ഞാനം കൊണ്ട് അനുഭൂതി ഉണ്ടായിട്ട്, ഞാൻ ഈ ശരീരമല്ല എന്നുള്ള അനുഭൂതി ഉണ്ടായിട്ട് ബ്രഹ്മാകം പരമം പദം ശോകമോഹങ്ങളെയൊക്കെ വിട്ട് ഞാൻ ആ ബ്രഹ്മാണെന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുക. അമ്മയെ അതാണ് ശീലിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു എന്നാ പ്രപഞ്ചത്തിൽ എത്തിയാൽ ചിലരുണ്ടാവും. അതാണ് ഏറ്റവും പഠിക്കേണ്ട 2-3 അധ്യായ ഭാഗവതത്തില്. കർമ്മഗതി. കാലത്തിനൊരു നിർവചനം കൊടുക്കും ഭാഗവതം. നമുക്ക് ഈ കാലം എന്ന് പറഞ്ഞപ്പോ നേരത്തെ കൊല്ലങ്ങളൊക്കെ കുറെ വർണ്ണിച്ചു വെച്ചാലും കാലം എന്ന് കേട്ടാൽ വലിയ പേടിയൊന്നുമില്ല. ആ മുറുക്കം വെട്ടിയിട്ട് അന്ന് ചേർത്താൽ എല്ലാവർക്കും കുറേശ്ശെ പേടിയില്ല ഇല്ലേ, കാലം എന്നാവുമ്പോ. അപ്പൊ അതാണ് അമ്മോട് പറഞ്ഞു കൊടുത്തു, അമ്മേ ഈ കാലം എന്ന് പറഞ്ഞത് മഹാശക്തിയാണ്. അനാദിരാദികൃത അവ്യയ ജനം ജനേന ജനയൻ മാരയൻ എത്തിനന്തകം. കാലനെ പോലും ഇല്ലാണ്ടാക്കുന്നതാണ് ആര്? കാലശക്തി. ഇത് എവിടുന്ന തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. അനാദി എന്ന് പറഞ്ഞാൽ എന്താ? കുറെ AD ഉണ്ട്, BC ഉണ്ട്, എങ്ങോട്ട് വേണ്ടാ പോവാം അല്ലേ? കാരണം നമ്മളൊക്കെ അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എപ്പോഴും സമയത്തിന് നോക്കുന്ന സാധനത്തിന് ഒരു പേരുണ്ട് അല്ലേ? എന്താ സമയത്തിന് നോക്കുന്ന സാധനത്തിന് പേര്? വീട്ടിലുള്ളൊക്കെ അലാറം വെച്ച് വെക്കില്ലേ? എന്ത് കഷ്ണ? സമയ കഷ്ണം, ടൈം പീസ്.
പീസ് എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ണം അല്ലേ? എന്താ ഖണ്ഡകാലം. നമുക്കൊക്കെ അതെ ഒരു പരിധി ഇല്ലേ? ഇപ്പോ കാലം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യൻ ആദ്യം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നാരായണീയത്തിലും അത് വളരെ ഭംഗിയായിട്ടാണ്. എന്താ ആദ്യം അകകുളകിം തഞ്ചിതാർത്തൈ കുടുംബം പ്രതിദിനമനുവൃത്നൻ പ്രീതിതോ ബാലനാളി വിശദിഹി ഗൃഹസക്രോ യാതനാം മയ്യഭക്ത കപിലതനുരിതിത്വം ദേവകുറ്റൈനഗാവീ. ഗുരുവായൂരപ്പ അങ്ങ് എങ്ങനെയല്ലേ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കണം. എന്താ? കർമ്മത്തിന്റെ ഗതിപ്പെട്ടൊരു ജീവൻ, അതാണ് കർമ്മഗതി. കാലത്തിനെ കണക്കാക്കാതെ ജീവിക്കുക. ഭാഗവതാത്യം പറയാ, ഏത് ശരീരം കിട്ടിയാലും നമ്മളൊക്കെ ആ ശരീരം കൊണ്ട് സുഖിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക അല്ലേ? ഒരു പുഴുവാണെങ്കിലും ഇപ്പൊ പന്നി, അതിന് നല്ല ചളി കണ്ടാൽ ബഹു സന്തോഷമായി അല്ലേ? അതിൽ കിടന്ന് കൂപ്പ് കുത്താം. അപ്പൊ ഈ ശരീര സുഖം സർവ ജന്തുക്കൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം മനുഷ്യ ശരീരം എന്ന് ഈ ശരീരം കിട്ടിയ ആദ്യം മനസ്സിലാക്കുക വേണ്ട. എപ്പോഴും പറയില്ലേ, എന്താ? യാവജ്ജരാ ദൂരതോ യാവത്തേന്ദ്രിയ ശക്തിര അപ്രതിഗത യാവക്ഷയോ നായുഷ ആത്മശ്രേയസി താവദേവ വിദുഷാ കാര്യപ്രയത്നോ മഹാൻ സംദീപ്തേ തവനേത് കൂപഖനന പ്രത്യുദ്യമീദൃശ. വീടിന് തീപിടിക്കാറാകുമ്പോ കിണർ കുളിക്കാൻ ആളെ വിളിക്കാൻ പോയിട്ട് കാര്യമില്ല. തീപിടിച്ച് കത്തി നശിക്കുമ്പോഴേ ആത്മശ്രേയത്തിന് മനുഷ്യജന്മം കിട്ടിയാൽ നേരത്തെ തന്നെ തുടങ്ങണം. പ്രഹ്ലാദന്റെ ഉപദേശത്തിൽ അതാ പറയുക, കൗമാര ആചരേ പ്രാജ്ഞോ. എന്തായാലും ഇവിടെ അതന്നെയാണ്. ശരീരം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് യൗവനം വരെ വളരെ യൗവനം വന്നാൽ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിക്കുകയും അഹങ്കാരം വർദ്ധിച്ചിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു പിടിയിലാവില്ല. ഇപ്പൊ കണ്ടിട്ടില്ലേ, കുറെ സംഘർഷണന്മാരെ ബസ്സിലൊക്കെ കാണാം. എന്താ? ഒറ്റക്കാതിൽ കമ്മലിട്ട കുറെ സാധനങ്ങൾ. ഇപ്പൊ ചെറുപ്പക്കാരുടെ ഫാഷനായിട്ട് മാറിയിരിക്കുക അല്ലേ? അതെന്താ കാരണം? ഞാൻ ആ ചെറുപ്പത്തിന്റെ ഊക്കില് താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ എന്ന ഭാവത്തില് എന്ത് വേഷവും കിട്ടും. ഇവിടെ ആ യൗവനത്തെ കുറിച്ച് നല്ലോണം വർണ്ണിക്കും. ശങ്കരാചാര്യസ്വാമികളുടെ ശിവാപരാധക്ഷമാപണ സ്തോത്രമുണ്ട്. അതിലും അതിന്റെ അദ്ദേഹം പറയുന്നത്, പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിഷധരേ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേക സുതധന യുവതി സാധസൗഖ്യേ. പോയി കമ്പ്യൂട്ടർ അപ്പുറം പോയി. നിസന്ന എന്താ? യൗവനായാൽ നമുക്കൊക്കെ ഒരു ഊക്ക് കൂടി ഈ വിഷയങ്ങളാകുന്ന 5 തല എന്ത് പാമ്പ അല്ലേ? 5 തലയുള്ള പാമ്പെന്നാ പറയാ. ആ പാമ്പ് കൊത്താൻ തുടങ്ങും. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ പിടിയുണ്ടാവില്ല. പണ്ടൊക്കെ ഞാനും എൻ്റെ ഒരു 25 കൊല്ലം മുമ്പേ ഇവിടെ അടുത്ത് ആലപ്പുഴയിൽ ഒരു സപ്താഹത്തിന് വായിക്കാൻ വന്നു. അതായിട്ടൊന്നുമല്ല, ചിദാനന്ദസ്വാമി ഞാനും കൂടി ആലപ്പുഴയിൽ വായിക്കാൻ വന്നു. വായനയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരു പൂജക്കാരൻ. അപ്പോൾ മൂപ്പര് നമുക്ക് ഇവിടെ സർക്കസിൻ്റെ പോവുക. ഞാനും പോയി സർക്കസിൽ.
അപ്പോഴാ ഈ സപ്താഹത്തിന് വരുന്ന ഒരു സ്ത്രീ ഈ സപ്താഹക്കാർ ഇതുണ്ടോ പരിപാടിയിലായി. ചെറുപ്പാവുമ്പോ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ അതുകൊണ്ട് പോക്കില്ല. പോക്ക് ഉണ്ടാക്കാൻ തന്നെ തലയിൽ മുണ്ടിട്ടിട്ടേ പോകും. അതെന്താ കാരണം? വല്ലവരും അറിഞ്ഞാൽ അയ്യേ ഇവരെ അവിടേക്കാ കാണാനോ. അപ്പൊ എപ്പോഴും അതാണ്, എവിടേക്കാ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവില്ല യൗവനം വന്നു. എന്നിട്ടോ നമ്മുടെ ഉത്തരവാദിത്വം ഒക്കെ മറക്കും ചെയ്യും. അച്ഛനെയോ അമ്മയോ നോക്കലോ. ഇപ്പൊ ചെറുപ്പത്തില് ഭഗവതിനെ നല്ലോണം വർണ്ണിക്കും. അതാ ആകാക്ക എന്താ കട്ടം ആകാക്ക എന്ന് പറഞ്ഞ ആശ്ചര്യം തന്നെയാണ്. ഒരുപാട് ദുഷ്കർമ്മങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യും. നമ്മൾ സത്യം മറക്കണ്ട. ഭാര്യ മക്കള് യൗവനായി ജോലിയായി. ജോലിയായാൽ ആദ്യം എന്താ വേണ്ട? എങ്ങനെയെങ്കിലും അച്ഛനോടും അമ്മോടൊന്ന് പറയടക്കെ, അച്ഛനാ പഠിപ്പിലൊരു 10 സെന്റ് സ്ഥലം കൂടെ എഴുതി തന്നാൽ ഞാനൊരു ലോൺ എടുത്തിട്ട് പുതിയ വീട് കയറ്റാം. വിവാഹം കഴിച്ചത് അച്ഛനെയും അമ്മയും നോക്കാന്ന് പറഞ്ഞിട്ടാ കൂട്ടോ. പക്ഷെ വിവാഹമൊക്കെ കഴിഞ്ഞ് മൂദേവി ഇങ്ങടെ എത്തിക്കഴിഞ്ഞാൽ അവരാദ്യം പരാതി തുടങ്ങും. ഇല്ലേ, നമുക്ക് ഈ വയസ്സന്മാരുടെ ഇടയിൽ കിടന്ന് കളിച്ച് എനിക്ക് മതിയായി കിട്ടും, നമുക്കും ഒരു ആയിക്കോട്ടെ എന്നാ എന്താ ഇൻഡിപെൻഡന്റ് ഇല്ലേ, വേഗം മർക്ക് 10 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ അച്ഛൻ വേണച്ചാൽ അതിന് അനുഭവിച്ചത് എന്താ വെച്ചാൽ അമ്മോട് പറഞ്ഞ് വീട് വിപ്പിച്ച് ആ കാറ്റുകൊണ്ട് വീട് അപ്പുറത്ത് കയറ്റി. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, അമ്മയ്ക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്. അപ്പൊ കുട്ടികളെ നോക്കാനൊരു സാധനം വേണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആരോഗ്യം പോയപ്പോഴാണ് അമ്മ മൂത്ത മകനെ എഴുതാൻ തുടങ്ങി. എനിക്കിവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാണ്ട് എഴുതിക്കണു. അവളുടെ ചീത്തയും കേട്ടിട്ട് നീ എന്നെ ഇവിടെ ഒന്ന് വന്ന് കൊണ്ടുപോകണം എന്നാണ്. അപ്പോഴൊക്കെ അവളോ അതിലും വലിയ തിരക്കിടാണ്. അവള് ഇയാളെ പറഞ്ഞ് വീഴ്ത്തിപ്പെടുത്ത, നിങ്ങൾ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരും. തറവാട് വെക്കുമ്പോൾ നമ്മളോട് ചോദിച്ചില്ലല്ലോ, അവനല്ലേ കൊടുത്ത, അവൻ തന്നെ നോക്കട്ടെ. ഇയാൾക്ക് നിർത്തിയില്ല, നാട്ടുകാരെ പേടിക്കണ്ടേ. കാരണം രണ്ടാളും നല്ല പോസ്റ്റ് ജോലി ചെയ്യുന്നവരാണ്. അവസാനം എന്നെയും കൂടി വിളിച്ചു അമ്മയെ കൊണ്ടുവരാൻ. അവളെ കട്ടി അമ്മയെ കൊടുന്നു. അമ്മയെ കൊടുന്നപ്പോ ഇയമ്മ എന്ത് ചെയ്തു അറിയോ? അമ്മയെ ഇവിടുന്ന് പുറത്ത് ചാടിക്കാൻ ഇയമ്മയുടെ അമ്മയെ അങ്ങോട്ട് കൊടുന്നു. ഭർത്താവിന്റെ അമ്മയായി, ഭാര്യയുടെ അമ്മ. ഇനി പിന്നെ അവര് നോക്കിക്കോളും. ചുരുക്കാൻ പറയാ, രണ്ടാളെയും നോക്കാൻ ആളില്ലാതെ മരിക്കുന്നത് ഞാൻ കണ്ടോളാം. ഇത് ലോകത്തിന്റെ അനുഭവമാണ്. യൗവനം വരുമ്പോ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നൊന്നും ആരും ആലോചിക്കില്ല. പഴയ അങ്ങനെ ഒരു കഥ തന്നെ പറയേ. എന്താച്ചാൽ ഈ ഇമ്മർത്തിരുന്ന നല്ല മൊസൈക്കും മാർബിളും എന്തേറ്റ ഗ്രാനൈറ്റോ വീടത്ര കയമാണ്. അതിലിരുന്നിട്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയും വെളിച്ചാകുമ്പോൾ ഇരുന്നിട്ടേ രണ്ടും കൂടി കാർപ്പാസാത്തി അതിലും പിന്നത്തയിലോ തേച്ച് പിടിപ്പിക്കുക. അത് ഇവിടൊക്കെ ഒട്ടും പിടിക്കണില്ല. എന്താ കാരണം? എത്ര തുടച്ച് വൃത്തിയാക്കി ഇരുന്നതാ അറിയോ? അവള് ഒരു ദിവസം വന്ന് നമ്മോട് പറഞ്ഞു, എന്താ നിങ്ങളോട് ഞാൻ ഇവിടെ ഇരുന്ന് തേക്കരുതാ പറഞ്ഞില്ലേ, കുറച്ച് അങ്ങടെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നേ. അപ്പൊ അയമ്മ വിട്ടപുള്ളിയൊന്നുമല്ല, നീ പോടി, നിന്റെ മകന്റെ നിന്റെ ഇഷ്ടം പോലെ ഞാൻ. പിന്നെ തമ്മിലെല്ലാം വേറെ വല്ലതും വേണോ? വേഗം ഇവള് ഭർത്താവ് വന്നപ്പോഴേക്കും ബാഗൊക്കെ എടുത്ത് നിൽക്കുകയാണ്. എന്താ ഇന്നിപ്പം എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം, നിങ്ങളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇയാളും എല്ലാം സമാധാനിപ്പിച്ച് നിൽക്ക, ഞാനൊക്കെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ, നീ മക്കൾ ഒറ്റപ്പെടണ്ട, ഞാൻ പറഞ്ഞോളാം, അത് കേൾക്കുകയൊക്കെ ചെയ്യാം അവിടെ എവിടെയെങ്കിലും. പിറ്റേ ദിവസം ഇവള് രാവിലെ ഇവരിരുന്ന് തേക്കാൻ തുടങ്ങി. അമ്മ നടക്കുന്നത് കുട്ടി തേച്ചാലേ വയസ്സാവുമ്പോ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇവള് പോയി ഭർത്താവിനെ വിളിച്ചു. നിങ്ങളല്ലേ പറഞ്ഞ് നോക്കുന്ന അവിടെ ഇവിടെ ഇങ്ങോട്ട് വരും, ഇയാളൊക്കെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് തേച്ചാലേ ഏറെ ഇങ്ങോട്ട് വന്നു നോക്കുന്ന അവിടെ ഇരുന്നിട്ട് ഇയാള് പോയി അച്ഛനെ ഇങ്ങോട്ട് പിടിച്ചു എന്നാണ്. അച്ഛനെ പിടിച്ചിട്ട് വരച്ചിട്ട് ഒരു കൊണ്ടുപോകലാണ് മിറ്റം വരെ. മിറ്റെത്തിയപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അത്ര നിർത്തടാ നിർത്തടാ.
എന്തേന്ന് ചോദിച്ചപ്പോ ഞാൻ എൻ്റെ അച്ഛനെ മിറ്റം വരെ വലിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മാതിരിയാണ് വയസ്സുകാലത്ത് അനുഭവം. ഇതൊന്നും ആർക്കും ആലോചിക്കില്ല. ആ യൗവനത്തില് ഊക്കിലങ്ങനെ കഴിയും. ഊക്കിലങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലം കഴിയുമ്പോ ഇവൻ ധാരാളം പൈസ വേണം ഉണ്ടേ. അതുകൊണ്ടാണ് ഇവിടെ ബഹുളഹിംസാർക്കൈ, ആരെയും ഉപദ്രവിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. ഇടയ്ക്ക് പേപ്പറിൽ പരസ്യം തന്നെ കാണും അല്ലേ, എൻ്റെ അച്ഛന് 75 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, ബുദ്ധിക്ക് നല്ല സ്ഥിരമില്ല, അതുകൊണ്ട് എഴുതി കൊടുക്കണം ആധാരങ്ങൾ എനിക്ക് ബാധകമല്ല. പേപ്പർ വായിച്ചു നോക്കി ഇഷ്ടം പോലെ കാണാം. അപ്പൊ എന്താ ആ അവസ്ഥയിലേക്ക് ചിത്രേ ശിവൻ. കാരണം കണ്ട മാതിരി ഉപദ്രവിച്ചിട്ടും ആ കണ്ടോരെയൊക്കെ ഉപദ്രവിച്ചിട്ടും ഈ ധനമൊക്കെ ഉണ്ടാക്കി കുടുംബമൊക്കെ പുലർത്തും. എപ്പോഴും ആ സമയത്ത് മനുഷ്യന് ഈ ഒട്ടകത്തിന്റെ ആയുസ് എന്ന് പറയാ, ഒരു 35 കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൈക്കൂലി വീരന്മാരാവുത്ര. ഈ കൈക്കൂലി ഒന്നും ആരും സന്തോഷമായിട്ട് തരില്ല. അപ്പോ എന്താ പറയാ, മഹാഭാവി വിളിച്ച വലിയ കാര്യം നടക്കട്ടെ വെച്ചിട്ടാ തൊലഞ്ഞ് പോട്ടേന്ന്. ഈ തൊലഞ്ഞ് പോട്ടേന്നും പറഞ്ഞു തരുന്ന കാറ്റുകൊണ്ട് കുടുംബം പുലർത്താൻ നോക്കിയാൽ ആ കുടുംബം കൂടി എന്തേ ആവുള്ളൂ, നാളെ കരസ്ഥിക്കുള്ളൂ. കാരണം എന്താ, ഈ ശാപം കിട്ടിയ കാറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ദുഃഖങ്ങള് ഇതൊന്നും ആലോചിക്കില്ല. അപ്പോ എന്നിട്ടോ അവനും വളരെ വളർന്ന അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോവും. ഇവനും വയസ്സായി. വയസ്സായാൽ അപ്പൊ അവൻ അനുഭവങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങട്ടെ. റിട്ടയർ ചെയ്താൽ തന്നെ ഭാര്യയുടെ സ്നേഹം അപ്പ കുറയുന്ന പറയാം. എല്ലാ ഭാര്യമാരും അങ്ങനെ ആയിക്കോളണമെന്നില്ല കേട്ടോ, ആരും പേടിക്കൊന്നും വേണ്ട. എന്നാലും ഈ കറവ് പറ്റിയ പശുവിന് പിണ്ണാക്ക് ആരും വാങ്ങിക്കൊടുക്കില്ല. അപ്പോ കറവില്ലാത്ത പശുവിന് ആരെങ്കിലും പിണ്ണാക്ക് വാങ്ങിക്കൊടുക്കോ? അപ്പൊ ഇയാളുടെ സമ്പാദ്യം കഴിഞ്ഞാൽ പിന്നെ സ്നേഹമൊക്കെ കുറഞ്ഞു. അത് വയസ്സായ ഭാര്യയോട് ഭർത്താവിനും അല്ലേ എപ്പോഴും അധികം ചുണ്ടിരിക്കലും ചാടിക്കളിക്കലും ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു 55-65